മലപ്പുറം പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ സംഘർഷമുണ്ടായി. തിരക്ക് നിയന്ത്രണാതീതമായതുമൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ടിക്കറ്റ് കൗണ്ടറും സ്റ്റേജും ഉപകരണങ്ങളും തകർക്കുകയായിരുന്നു. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇന്നലെ രാത്രിയുണ്ടായ സംഭവമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്? സ്മൃതി, മലപ്പുറം പെരിന്തൽമണ്ണ എക്സ്പോ ഗ്രൗണ്ടിൽ ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഇത്തരത്തിലൊരു സംഗീത നിശ നടക്കുകയായിരുന്നു. അതിനിടയിൽ അനിയന്ത്രിതമായ തിരക്ക് വന്നതിനെ തുടർന്ന് സംഘാടകർ ഈ ഒരു പരിപാടി നിർത്തിവെക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു പരിപാടി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ആളുകൾ ആ ഒരു മേഖലയിൽ സംഘർഷമുണ്ടാക്കിയത്. സംഘർഷത്തിൽ ആ ഒരു മേഖലയിലെ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിനായി സജ്ജമാക്കിയിരുന്ന സ്റ്റേജും മറ്റും ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർത്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കത് കാണാൻ സാധിക്കും. അമിത തിരക്ക് മൂലമാണ് സംഘാടകർ ഈ ഒരു പരിപാടി നിർത്തിവെച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ഒരു പരിപാടി നിർത്തിവെച്ചതോടെ ടിക്കറ്റായി നൽകിയിരുന്ന പണം തിരികെ ലഭിക്കുക, അതായത് റീഫണ്ട് ഉൾപ്പെടെയുള്ളവ തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിപാടി കാണാനെത്തിയ ആളുകൾ അവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് കടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 20 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു പരിപാടി നടത്താൻ പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നും പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു നാശനഷ്ടം തന്നെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നുണ്ട്. സ്മൃതി, ശരി. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു കലാപ്രകടനമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു നശീകരണ കലാപ്രവർത്തനം. പെട്ടിയും വീണു ചവിട്ടിയാളുടെ നടു രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും